അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണോ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആക്ടിവിറ്റി ലൈഫ് സൈക്കിളും രണ്ടും ഒന്നാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലും ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സ്റ്റേറ്റാണ് ഉള്ളത്? ആക്റ്റീവ് സ്റ്റേറ്റ്, പോസ്ഡ് സ്റ്റേറ്റ്, സ്റ്റോപ്പ്ഡ് സ്റ്റേറ്റ്, ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റ്. അങ്ങനെ നമുക്ക് എത്ര സ്റ്റേറ്റുകൾ? 4 സ്റ്റേറ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, പേരുകളിൽ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കി പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റുകളേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഓരോ സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ നമ്മൾ ഓരോ മെത്തേഡ് കോൾ ചെയ്തിട്ട്, മെത്തേഡ് പറഞ്ഞാൽ ഫംഗ്ഷൻ അല്ലേ, ഫങ്ഷൻസിൻ്റെ പേര് കോൾ ചെയ്തിട്ടായിരിക്കും. അതായത് ഓൺ ക്രിയേറ്റ്, ഓൺ ഡിസ്ട്രോയ്, അല്ലെങ്കിൽ ഓൺ പോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും പേരുകൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓരോന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സാധനം മെത്തേഡുകളുടെ പേരുമാണ് നമുക്ക് ആകെ ഈ ഒരു സാധനത്തിനത് പഠിക്കാനുള്ളൂ. അപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനായിരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ടാവുക, ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നുണ്ടാവുക അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് സ്ലൈഡിൻ്റെ ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അതേസമയം ഞാൻ വാട്സപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിലോ അത് ആക്റ്റീവാണ്. ആരെയാണോ നമ്മൾ ഉപയോഗിച്ച് റൺ ചെയ്തുകൊണ്ട് നമ്മൾ യൂസർക്ക് വിസിബിൾ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആ സമയത്തുള്ള സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്റ്റീവ് സ്റ്റേറ്റ്. അതാണ് നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റാറ്റസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഫോർഗ്രൗണ്ട് പ്രോസസ്സുകളാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വെൻ ആൻ ആക്ടിവിറ്റി ഈസ് ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ആക്റ്റീവ് ആൻഡ് റണ്ണിങ്, ഇറ്റ് ഈസ് വിസിബിൾ ടു ദ യൂസർ ആൻഡ് യൂസർ ഈസ് ഏബിൾ ടു ഇൻട്രാക്ട് വിത്ത് ഇറ്റ്. ഓക്കെ, പ്രോസസ് സ്റ്റേറ്റ് ഇസ്, അതിൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കും, ഫോർഗ്രൗണ്ട് ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ, ആൻഡ്രോയിഡ് റൺ ടൈം ട്രീറ്റ് ആൻ ആക്ടിവിറ്റി ഇൻ ദിസ് സ്റ്റേറ്റ് വിത്ത് ഹയർ പ്രയോറിറ്റി ആൻഡ് നെവർ ട്രൈ ടു കിൽ ഇറ്റ്. നമ്മൾ പറഞ്ഞു പ്രയോറിറ്റി 1 ആണ്. ഒരിക്കലും ഫോർഗ്രൗണ്ട് പ്രോസസ്സിനെ കില്ല് ചെയ്യാതിരിക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. പ്രയോറിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുള്ളൂ, ഡിസ്ട്രോയ് വേണ്ടി ശ്രമിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മളൊരു ആപ്ലിക്കേഷൻ തുറന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്റ്റേറ്റിനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ബ്രൗസർ ആണെങ്കിൽ ബ്രൗസർ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തുറന്ന് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ട്, നമ്മൾ അതിനകത്ത് ഡാറ്റ എൻട്രി ചെയ്യുകയോ കാണുകയോ വായിക്കുകയോ പഠിക്കുകയോ റെക്കോർഡ് ചെയ്യുകയോ എന്ത് കാരണം നമ്മളതിന് ചെയ്യുന്നത്, എന്ത് ആക്ഷൻ ചെയ്യുവാണെങ്കിലും അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷനെ വിളിക്കുന്ന സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, പിന്നീട് രണ്ടാമത് വരുന്ന സ്റ്റേറ്റാണ് പോസ്ഡ് സ്റ്റേറ്റ്. പോസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ട് പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമുക്ക് നിലവിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പാട്ട് കേൾക്കാൻ പറ്റുമോ പോസ് ചെയ്തിരിക്കുന്ന സമയത്ത്? വീഡിയോ പോസ് ചെയ്തിരിക്കുമ്പോൾ കാണാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഇപ്പോൾ നിലവിൽ ആ ആപ്ലിക്കേഷൻ നമ്മൾ പോസ് ചെയ്ത് വെച്ചിരിക്കുക, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് ആക്റ്റീവാണ്, പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കേൾക്കാം, സിനിമ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് കാണാം. അതുപോലെ അത് പോസ് ചെയ്യുമ്പോൾ നമുക്കത് കാണാനോ കേൾക്കാനോ പറ്റില്ല. അതേപോലെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ പോസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാനോ ഉപയോഗിക്കാനോ പറ്റില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിസിബിൾ എന്നുള്ള കാര്യം. അതായത് നമുക്കവിടെ പാർഷ്യലി വിസിബിൾ ആണ്, ബട്ട് നമുക്കതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മുകളിലൊരു ഡയലോഗ് ബോക്സ് വന്ന് കിടക്കുന്നുണ്ട്. അത് മേ ബി ഒരു ആഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു OTPയുടെ മെസ്സേജ് ആണ്. നോക്കൂ, ആ OTP എൻ്റർ ചെയ്താലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ആപ്ലിക്കേഷൻ കാണുന്നുണ്ടാവും, OTP അടിച്ചു കൊടുത്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സംഗതി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ വായിക്കാൻ നോക്കൂ. ആൻ ആക്ടിവിറ്റി ബീയിങ് ഇൻ ദിസ് സ്റ്റേറ്റ് means that the user can still see the activity in the background such as behind ട്രാൻസ്പെറൻറ്റ് വിൻഡോ അല്ലേ, ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ പോലെ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ബോക്സ് പോലെ നമുക്ക് പാർഷ്യലി വിസിബിൾ ആയിരിക്കും. നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ, അത് എത്രത്തോളം വിസിബിൾ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഫ്രണ്ടിലൊരു ഡയലോഗ് ബോക്സ് ഉണ്ട്, പുറകിൽ നമുക്ക് ആ സാധനം കാണാം, പക്ഷെ നമുക്കതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ നേരത്തെ വിസിബിൾ എന്ന് മനസ്സിലാക്കിയില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോസ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റിനെ നമ്മൾ പോസ്ഡ് എന്ന് വിളിക്കണം. ആ പ്രോസസ്സിൻ്റെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ അതിനെന്ത് സ്റ്റേറ്റിലാണ് വന്നത്, വിസിബിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഏത് രീതിയിലും, അപ്പോൾ മെമ്മറിയുടെ രീതിയിലോ അങ്ങനെ ഒന്നും ഏതിനെയും കില്ല് ചെയ്യാനില്ല. ഇനി നിലവിൽ ഇയാളെ കില്ല് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എക്സ്ട്രീം കേസസിൽ മാത്രമേ പോസ്ഡ് സ്റ്റേറ്റിലുള്ള ഒരാളെയും കൂടി നമ്മൾ കില്ല് ചെയ്യുള്ളൂ. അല്ലാത്ത ഒരു പക്ഷവും നമ്മൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ ആളെയും കില്ല് ചെയ്യാനുള്ള സാധ്യതയില്ല. ഓക്കെ,
അപ്പോൾ അതാണ് 2 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റോപ്പ്ഡ് സ്റ്റേറ്റ്. സ്റ്റോപ്പ്ഡ് സ്റ്റേറ്റ് ഉറപ്പായും എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു ഗെയിമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാമെന്ന് വയ്ക്കും. നമ്മൾ ഗെയിം കളിക്കാറില്ല. അപ്പോൾ നമ്മൾ അതിന് ബാക്ക് അടിക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും, ആർ യു ഷുവർ ഡു യു വാണ്ട് ടു എക്സിറ്റ്? നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ എസ് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ എക്സിറ്റ് ആവില്ല. അങ്ങനെ ചോദിക്കാൻ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേഗം പഠിച്ച് ഹോം അടിക്കും. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ആപ്പിൽ നിന്ന് പുറത്ത് വരുന്നത്. ഒന്ന് പ്രോപ്പറായിട്ടുള്ള രീതിക്ക് നമ്മൾ പുറത്തേക്ക് വന്നു, മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ഹോം അടിച്ചു. നമ്മൾ അതിനർത്ഥം എന്താ? ഫോർഗ്രൗണ്ടിൽ നിന്ന് ഞാൻ അയാളെ ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ, പക്ഷേ അയാൾ നിലവിൽ എൻ്റെ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് പുറകിൽ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീസെൻ്റ് ആപ്സിലേക്കാണ് അത് പോയത്. നമ്മൾ ഹോം അടിച്ചിട്ട് അതിനെ ജസ്റ്റ് പുറകേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ അതുതന്നെ എന്താണെന്ന് വിളിക്കാം? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വയ്ക്കും, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ബുക്ക് നമ്മൾ ക്ലോസ് ചെയ്ത് ആ ബുക്കിനെ എടുത്ത് വെച്ച് ബാഗിൽ വെച്ച് വേറൊരു ബുക്ക് എടുത്ത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, അതേസമയം ആ ബുക്കിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ നിവർത്തിയിരിക്കുന്ന ഭാഗത്തിൽ തന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബുക്ക് എടുത്ത് വെച്ച് അതിലിരുന്ന് എഴുതാനും വായിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പുറകിൽ അവിടെ വേറൊരു ബുക്ക് ഉണ്ട്, അതിൻ്റെ മുകളിലാണ് ഞാൻ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അവിടുത്തെ പ്രവൃത്തി നിന്നു, സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു അല്ലേ? അവിടെ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. അതാണ് സംഗതി. ഓക്കെ, അപ്പം വെൻ എ ന്യൂ ആക്ടിവിറ്റി സ്റ്റാർട്ടഡ് on top of the current one, when the user hits the home key, the activity is brought to the stopped state. അതായത് നിലവിൽ നമ്മൾ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഞാനിപ്പം ഈ PDF പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടു. അപ്പോൾ നിലവിൽ എൻ്റെ വാട്സപ്പിൻ്റെ ആക്ടിവിറ്റി പേജാണോ എൻ്റെ കയ്യിൽ കിടക്കണം? അതായത് വാട്സപ്പിൻ്റെ പേജാണോ എൻ്റെ കയ്യിൽ കിടക്കണം? അല്ല, PDF ആണ്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും, ഞാനിവിടെ ജസ്റ്റ് ഹോം അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഫുൾ ബാക്ക് അടിക്കുന്നില്ല, കാരണം എനിക്ക് വീണ്ടും വന്ന് വായിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ഹോം എടുത്തിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് പോകും. അപ്പോൾ എന്ത് സംഭവിച്ചു? കറൻ്റ്ലി ഉള്ള ആക്ടിവിറ്റിയുടെ മുകളിൽ പുതിയൊരു ആക്ടിവിറ്റി വരികയും ചെയ്തു. നിലവിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ആക്ടിവിറ്റി എന്തായി? സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാണ് സ്റ്റോപ്പ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താവില്ല? പുറകിൽ പോയാൽ നമുക്കത് പിന്നീട് കാണാൻ പറ്റുമോ? ഇല്ല. ഡയലോഗ് ബോക്സ് ആവുന്ന സമയത്ത് നമുക്ക് പുറകിൽ എന്താണെന്നുള്ളത് പാർഷ്യലി വിസിബിൾ ആവും. ഇവിടെ എന്ന് പറയുന്നത് വിസിബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് നഷ്ടപ്പെട്ടു എന്നാണോ? അല്ല, നമുക്ക് റീസെൻ്റ് ആപ്സിലൂടെ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രോയിഡ്, നമുക്കത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ദ പ്രോസസ് സ്റ്റേജസ് ബാക്ക്ഗ്രൗണ്ട്, നമുക്കത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ആൻഡ്രോയിഡ് റൺ ടൈം മേ കിൽ സച്ച് ആൻ ആക്ടിവിറ്റി. നമ്മൾ പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ മേ ബി അവർ കില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിസോഴ്സസിന് കുറവ്, ബുദ്ധിമുട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചിലപ്പം ഈ ഒരു സ്റ്റേജിലുള്ള പ്രോസസ്സുകളെ കില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ്. ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഇതിന് നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ബാക്ക് കീ അടിച്ചിട്ട് നമ്മൾ ആർ യു ഷുവർ യു ഡു യു വാണ്ട് എക്സിറ്റ് എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ആ മൈൻഡ് മെമ്മറിയിൽ നിന്ന് അത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ പോവുകയാണ്. പിന്നെ വേണമെങ്കിൽ വീണ്ടും ആൾ ആദ്യത്തെ ഇതേ സ്റ്റേറ്റ്സിലൂടെയൊക്കെ കടന്നു വരണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രോപ്പർലി നമ്മൾ അവിടെ നിന്ന് മെമ്മറീനെയൊക്കെ ഡീഅലോക്കേറ്റ് ചെയ്ത് നമുക്കിത് വേണ്ടത് നമ്മൾ എടുത്ത റിസോഴ്സിനെയൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്ത് മെമ്മറീനെയൊക്കെ പുറത്താക്കി നമ്മൾ ഉപയോഗിച്ച മെമ്മറീനെയൊക്കെ ഫ്രീ ആക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റോപ്പ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റോപ്പ്ഡ് അല്ല, ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് പിന്നീട് കാണാൻ പറ്റുമോ? കാണാനായിക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അതാണ് നമ്മുടെ 4 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അവിടെ കുറച്ച് മെത്തേഡുകളുണ്ട് എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്കത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ഇൻ കേസ് ഇത് വിസിബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കുക. ഈ 5 മെത്തേഡിൻ്റെയും പേര് വരും. അതിനെക്കുറിച്ചുള്ള നോട്ട്സ് ക്രിയേറ്റ് ചെയ്തോളാം. ഇത് തന്നെ എഴുതിയെടുക്കുന്നില്ല, എവിടെ നോക്കിയാലും ഒരേ നോട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക, കാരണം കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മെത്തേഡ് ഉണ്ട്, അതെന്താണ് എന്നുള്ളത് മീനിങ് പറഞ്ഞുതരാം. ആദ്യത്തെ മെത്തേഡാണ് ഓൺ ക്രിയേറ്റ് എന്നുള്ളത് എപ്പോഴായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ആക്ടിവിറ്റി റൺ ചെയ്യണതിന് മുന്നേ വർക്ക് ചെയ്യുന്ന സാധനമാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന വയ്ക്കും. നമ്മളിപ്പോൾ ഒരു C പ്രോഗ്രാമിങ്ങോ എന്തൊരു സാധനം വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴാണ് അതിനെ റൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുക? ഇപ്പോൾ നമ്മളോട് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുക ആ ലൈൻ തൊട്ടാണ് ഈ സാധനം വർക്ക് ചെയ്തതെന്നാണ് അല്ലേ?
പ്രിൻ്റ് എഫിനകത്ത് നമ്മൾ എൻ്റർ ടു നമ്പേഴ്സ് വേണ്ട ആ ലൈൻ തൊട്ടാണ് ഈ സാധനം എക്സിക്യൂട്ട് ചെയ്ത് വരെ നമുക്ക് തോന്നുക. ആക്ച്വലി അതിന് മുന്നേ കുറച്ചധികം ലിങ്കിങ് കാര്യങ്ങളും ഹെഡർ ഫയൽസ് ലിങ്ക് ചെയ്യാനുള്ളത് ലിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പം ഫംഗ്ഷൻ കോളും കാര്യങ്ങളും കഴിഞ്ഞ് വേറൊരു ഫംഗ്ഷനകത്തായിരിക്കും ഈ സാധനം എഴുതിയിട്ടുണ്ടാവുക. അങ്ങോട്ട് പോയി അവിടെ കുറച്ചധികം വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാനും ഡിക്ലെയർ ചെയ്യാനും കാര്യങ്ങളുണ്ടാകും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ലൈൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് കാണുന്ന ആദ്യത്തെ ഔട്ട്പുട്ട് ലൈൻ ആയിരിക്കില്ല നമ്മുടെ യഥാർത്ഥ സാധനം എന്ന് പറയുന്നത്. അതിന് മുന്നേ കുറച്ചധികം കാര്യങ്ങൾ ഇനീഷ്യലൈസേഷനും കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ തുറന്നു വരുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ട കമ്പോണൻസ് കൊടുക്കണം. അതായത് നമുക്ക് ഇതിനൊക്കെ കുറേ എന്താ പറയുക, കുറേ റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൻഡ്രോയിഡിലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മൾ പല ആപ്പിനും ലൊക്കേഷൻ, കോള്, ഗാലറി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളായിരുന്നു ഇപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ളതും കൂടെ നമുക്ക് ടിക്ക് ചെയ്യാം. അലോ ഓൾവേസ് അല്ലാതെ തന്നെ വൈൽ യൂസിങ് ദിസ് ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പം ഇത്രയും ബാക്കിൽ കാര്യങ്ങൾ നടക്കണം. നമ്മൾ അലോ ചെയ്ത് എല്ലാവരും ഇതിന് കൊടുക്കണം അല്ല. ഇപ്പോൾ ക്യാമറ അലോ ചെയ്തിട്ടുണ്ടാവും, ഗാലറി, കോണ്ടാക്റ്റ്, ലൊക്കേഷൻ, അപ്പോൾ ഇവരെയൊക്കെ അലോ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ആപ്ലിക്കേഷൻ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെയൊക്കെ ഒന്ന് സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഓൺ ക്രിയേറ്റിനകത്ത് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിലൊരു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിളിനകത്ത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, ഒരൊറ്റ തവണ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇപ്പം നമ്മൾ ഒരു പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. ഇനീഷ്യലൈസിങ് ഒക്കെ ഒരു തവണ നടക്കുള്ളൂ. പിന്നെ ലൂപ്പും കാര്യങ്ങളും മാറി നമ്മൾ ഫോർ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എത്ര തവണ നടക്കുള്ളൂ? ഒറ്റ തവണ നടക്കുള്ളൂ. ബാക്കി കണ്ടീഷൻ ചെക്കും ഇൻക്രിമെൻറ്റും മാത്രമാണ് വീണ്ടും 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 നടന്നുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് ആ ഇനീഷ്യലൈസിങ് ഒഴികെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ഈ പ്രോഗ്രാം നമ്മൾ ഫുൾ പുറകെ വന്ന് വീണ്ടും അതിന് റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഇനീഷ്യലൈസേഷൻ ഒരിക്കൽ കൂടെ നടക്കുകയുള്ളൂ, പിന്നീട് ഒരിക്കൽ കൂടെ നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ക്രിയേറ്റിന്ന് എൻഡിലേക്ക് പോകുന്ന ഡിസ്ട്രോയിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ തവണ ഓൺ ക്രിയേറ്റ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അത് പോയി അത് ഡിസ്ട്രോയ് ആയാൽ മാത്രമാണ് പിന്നീട് എന്ത് ചെയ്യുള്ളൂ? ഓൺ ക്രിയേറ്റ് പോലെ. അതായത് ആ മെമ്മറിയിൽ നിന്ന് ആ സാധനം പോയി, ആപ്ലിക്കേഷൻ അവിടെ ഇല്ല, നിലവിൽ വർക്കിംഗ് കണ്ടീഷനിൽ നിന്ന് മുഴുവനായിട്ടും പോയി, റീസെൻ്റ് ആപ്സിലും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും അതിനെ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ വീണ്ടും ഈ ഓൺ ക്രിയേറ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒരു തവണയായിരിക്കും ഓൺ ക്രിയേറ്റ് വർക്ക് ചെയ്യുക. ഓൺ സ്റ്റാർട്ടും ഓൺ റെസ്യൂമും ഓൺ പോസും ഓൺ സ്റ്റോപ്പൊക്കെ വീണ്ടും 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 എത്ര തവണ വേണമെങ്കിലും വർക്ക് ചെയ്യും. പല സമയത്തുനിന്ന് പല സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. അതൊന്ന് മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്, അത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ചിലപ്പം വൺ വേർഡായിട്ടോ ഇനിയൊക്കെ നിങ്ങൾ എൻട്രൻസ് എക്സാമുകളുമൊക്കെ ഫേസ് ചെയ്യണം. അപ്പോൾ നമ്മളോട് ചോദിക്കും, പിന്നെ നിങ്ങൾ ലാസ്റ്റ് ആൻഡ്രോയിഡ് പഠിച്ചിറങ്ങുന്ന ആൾക്കാർ, നിങ്ങൾക്ക് താഴെ വരുന്ന കുട്ടികൾ ആൻഡ്രോയിഡ് പഠിക്കുന്നില്ല, നിങ്ങളോട് ആൻഡ്രോയിഡ് പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്കൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അതിനുള്ള ചോദ്യങ്ങളും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളായിരിക്കും നമ്മളോട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റാണ് ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഈ ഓൺ സ്റ്റാർട്ടിനകത്ത് എന്ത് ചോദിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇപ്പോഴും നമ്മുടെ യൂസർ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ആപ്ലിക്കേഷന് തുറന്നു വരുന്നേ ഉള്ളൂ, നമ്മൾ കാണാനായിക്കൊണ്ട് തുടങ്ങിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഒരു UI കമ്പോണൻസും കാര്യങ്ങളൊന്നും പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഇപ്പോൾ വാട്സപ്പ് നമ്മൾ ഇത്തിരി പണ്ടത്തെ സിസ്റ്റം അല്ലെങ്കിൽ ഇത്തിരി പണ്ടത്തെ ആൻഡ്രോയിഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ അതൊന്ന് ഓണായി വരുന്ന ഒരു ടൈമുണ്ട് അല്ലേ? ഒരു നമ്മളിപ്പോൾ ലോഡിങ് ടൈം പോലെ നമുക്കൊന്നും പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ക്ലിക്ക് ചെയ്യാനോ നെക്സ്റ്റ് അടിക്കാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് അതൊന്ന് ഓപ്പണായി വന്നാനുള്ള സമയമുണ്ട്. ആ ഒരു സമയത്തിനാണ് ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് വളരെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യുന്നു, പ്രോസസ്സർ അങ്ങനെ ഗംഭീരമായതുകൊണ്ടാണ്. ആദ്യത്തെ എല്ലാത്തിനകത്തും ഈ ഒരു സ്റ്റേറ്റിലൂടെ തന്നെ കടന്നു പോകണം. അത് എത്ര സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓൺ ക്രിയേറ്റ് വഴി അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? കമ്പോണൻസിനെയൊക്കെ വെക്കണ്ടേ? ഇന്ന കമ്പോണൻസ് ഇന്ന സ്ഥലത്ത് അങ്ങനത്തെ കമ്പോണൻസിനെയൊക്കെ നമ്മൾ വെച്ചു. ഇങ്ങനെ മുകളിലുണ്ടാവും, ഇവിടെ ബട്ടൺ ഉണ്ടാവും, ഇങ്ങനെ പോർട്രേറ്റിനൊരു വ്യൂ ആണ്, ലാൻഡ്സ്കേപ്പിനൊരു വ്യൂ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ആ ആപ്പ് മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തുറന്നങ്ങോട്ട് വന്നു. ലോഡിങ് സ്റ്റേറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് തുറന്നങ്ങോട്ട് വന്നു. നമുക്കിപ്പോൾ നിലവിൽ അത് ക്ലിക്ക് ചെയ്യാം, മുന്നോട്ട്
പോവാം, അടിച്ചു കൊടുക്കാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നടക്കുന്നതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഓൺ റെസ്യൂം. അപ്പോൾ ഒരു ഓൺ റെസ്യൂം സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായി കൊണ്ട് പറ്റുള്ളൂ, സ്ക്രീൻ കാണാനും അതിലുള്ള ഓരോ സാധനങ്ങളെ ഉപയോഗിക്കാനും. യൂസർ ക്യാൻ ഇൻട്രാക്ട് ഓൺലി അറ്റ് ദിസ് സ്റ്റേജ്. ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്ത ശേഷമായിരിക്കും യൂസർക്ക് നമുക്ക് ആക്റ്റീവ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് നമ്മുടെ ആപ്പ് വരികയുള്ളൂ. ആക്റ്റീവിന് മുന്നുള്ള കാര്യമാണ് ഈ ഓൺ ക്രിയേറ്റും ഓൺ സ്റ്റേറ്റും. ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് വന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ അതിനെ ഇൻട്രാക്ട് ചെയ്യാനായിക്കൊണ്ട് പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ബോക്സോ സാധനങ്ങളോ വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഓൺ പോസ്റ്റ് നമ്മൾ പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ നടക്കുന്ന ഫംഗ്ഷനാണെന്ന് പറയുന്നത് ഓൺ പോസ് എന്ന് പറയുന്നത്. അത് പോസ് ചെയ്യപ്പെടും. പോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് അതിലേക്ക് തന്നെ വരും. നമ്മൾ ആ ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ അതന്നെ കാണും. അല്ല നമുക്ക് ക്ലോസ് ചെയ്യാൻ എക്സിറ്റ് അടിക്കണം അങ്ങനെ പോവുകയും ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നതാണ് ഓൺ സ്റ്റോപ്പ്. ഓൺ സ്റ്റോപ്പ് എന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരു ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഒരു സാധനത്തിൻ്റെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ക്ലോസ് ചെയ്യുകയാണ്. അതായത് ഡിസ്ട്രോയ് അല്ല, നമ്മളിങ്ങനെ ഹോം ബട്ടൺ അടിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ നടക്കുന്ന സാധനമാണെന്ന് പറയുന്നത് ഓൺ സ്റ്റോപ്പ്. നമുക്ക് കാണാൻ പറ്റില്ല, ഇത് റീസെൻ്റ് ആപ്സിലേക്ക് പോകും. അപ്പോൾ നടക്കുന്നതാണ് ഓൺ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈഫ് സൈക്കിളും. ഇതും എനിക്കിവിടെ വൃത്തിക്ക് വിസിബിളാണ്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ക്ലാരിറ്റി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിന് എടുക്കുക. ഇതുപോലത്തെ ഫിഗേഴ്സ് കിട്ടും, അത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ ആക്ടിവിറ്റി ലോഞ്ച്ഡ് എന്ന് വെച്ചാൽ ആ സ്ക്രീൻ, അതായത് നമ്മൾ ആ ആപ്ലിക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ആദ്യം നടക്കുന്ന മെത്തേഡാണ് ഓൺ ക്രിയേറ്റ്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ പറയാം. അപ്പോൾ ആദ്യം നടക്കുന്ന മെത്തേഡാണെന്ന് പറയുന്നത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നടക്കുന്നതാണ് ഓൺ സ്റ്റാർട്ട്. പിന്നെ വരുന്നതാണ് ഓൺ റെസ്യൂം. ഓൺ റെസ്യൂം എത്തുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ, ആക്ടിവിറ്റി തുറന്ന് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിക്കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് കിടക്കും അല്ലേ. ആക്ടിവിറ്റീസ് നൗ റണ്ണിങ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഫോർഗ്രൗണ്ട് പ്രോസസ്സായി മാറി നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ഡയലോഗ് ബോക്സോ ഒരു ആഡോ എന്തെങ്കിലും ഒരു സാധനം നമ്മളോട് OTP എന്തെങ്കിലും ഒന്ന് വന്നു, പക്ഷേ പുറകിൽ നമുക്ക് കുറച്ച് വിസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ വരുന്നതാണ് എന്ന് പറയുന്നത് ഓൺ പോസ്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ബ്രാഞ്ചിങ് വേണ്ട, ഏത് സാധ്യതയിലേക്ക് വേണമെങ്കിലും പോകാം. നമുക്ക് സാധ്യതയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം താഴോട്ട് പറഞ്ഞു തീർക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ഓൺ പോസിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് പാർഷ്യലി വിസിബിളാണ് ഓൺ പോസ് എന്ന് പറയുന്നത്. ഇൻ കേസ് നമുക്കത് വേണ്ട, നമ്മളതിനെ ജസ്റ്റ് കളയാൻ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് എക്സിറ്റ് അടിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാണ്, ഓൺ പോസ് വഴി അടുത്തത് നമ്മളെങ്ങടേക്ക് പോകും, ഓൺ സ്റ്റോപ്പിലേക്ക് പോകും. ഓൺ സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓൺ ഡിസ്ട്രോയിനെ കോൾ ചെയ്തിട്ട് നമ്മൾ ആ ആക്ടിവിറ്റിനെ, അതായത് ആ ആപ്ലിക്കേഷൻ നമ്മൾ റിമൂവ് ചെയ്യും. നമ്മൾ തന്നെ അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ആർ യു ഷുവർ നമ്മൾ ബാക്ക് അടിക്കും. അപ്പോൾ നമ്മളൊരു ഡയലോഗ് ബോക്സ് പോലെ ചോദിക്കും, ആർ യു ഷുവർ, ഡു യു വാണ്ട് ടു എക്സിറ്റ്. അപ്പോൾ ഈ പോപ്പപ്പ് ബോക്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ പുറകിലുള്ള ഇപ്പോൾ ഗെയിം ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും, അതായത് ട്രാൻസ്പെറൻ്റ് അല്ല, പകുതി ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. ബ്ലേഡായിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാത്രമേ വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ എസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഓൺ ഡിസ്ട്രോയിൽ അല്ലെങ്കിൽ ഓൺ സ്റ്റോപ്പിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ഓൺ ഡിസ്ട്രോയിലേക്ക് പോയിട്ട് നമ്മുടെ മെമ്മറിയിൽ നിന്ന് ആ സാധനത്തിനെ കളയുകയാണ് ചെയ്യുന്നത്. ഇതാണ് നോർമൽ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അല്ല, ഓൺ പോസിലേക്ക് പോയി നമ്മളോടൊരു കാര്യം ചോദിച്ചു, ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് പോലത്തെ ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളിപ്പോൾ ആർ യു വാണ്ട് ടു എക്സിറ്റ്, വേണ്ട എന്ന് പറയാമെന്ന് വയ്ക്കും. നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ പോകും. ആക്ടിവിറ്റി വീണ്ടും കാണണ്ടേ, അതേ ആപ്ലിക്കേഷൻ വീണ്ടും കാണണ്ടേ, അയാളെ പിടിച്ച് പിന്നെയും റീസെൻ്റ് ആപ്സിലേക്കോ അല്ലെങ്കിൽ പുറകേക്ക് കളയാനോ പാടില്ല. അല്ല ഇതിപ്പോൾ ഒരു OTP ആയിരുന്നു അല്ലെങ്കിൽ ഒരു പരസ്യത്തിൻ്റെ പോപ്പപ്പ് ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഉണ്ടായിരുന്ന ആളെ വീണ്ടും കാണണം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും പോയിട്ട് യൂസർ റിട്ടേൺ ടു ദ ആക്ടിവിറ്റി, വീണ്ടും ഓൺ റെസ്യൂമിൽ വരുമ്പോഴേ നമുക്കത് കാണാനായിക്കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഓൺ റെസ്യൂമിലേക്ക് വന്ന് നമ്മളത് കാണുന്നു എന്നുള്ളത്. പിന്നെ അല്ലാത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓൺ പോസിലാണെങ്കിലും ഓൺ സ്റ്റോപ്പിലാണെങ്കിലും, അതായത് റീസെൻ്റ് ആപ്സിൽ പുറകിൽ കിടക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ നമ്മൾ ഈ ഡയലോഗ് ബോക്സിൻ്റെ സമയത്ത് ഇങ്ങനെ പോപ്പപ്പ് വന്ന് കിടക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ചിലപ്പം ആ പ്രോസസ്സ് കില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ റെയർ ചാൻസ് ആണ് അല്ലേ. ഓൺ പോസിൽ നിന്ന് ഒരാളെ കളയുക എന്നുള്ളത് വളരെ റെയർ ചാൻസ് ആണ്.
പക്ഷേ ഓൺ സ്റ്റോപ്പിൽ നിന്ന് എന്തായാലും കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ കില്ല് ചെയ്യുവാണെങ്കിൽ, അതിനെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് ആ മെമ്മറിയിൽ നിന്ന് എടുത്ത് മാറ്റുവാണെങ്കിൽ യു ഷുഡ് ക്രിയേറ്റ് വൺസ് അഗൈൻ. നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. സ്വാഭാവികമല്ലേ, ഒരു ആപ്ലിക്കേഷന് റീസെൻറ്റ് ആപ്സിലും കാണാനില്ലെങ്കിൽ അതിനർത്ഥം എന്താ, അതവിടെ ഇപ്പോൾ നിലവിലൊന്നും തുറന്നിട്ടില്ല. നമ്മൾ വീണ്ടും ആപ്ലിക്കേഷനെ ഒരിക്കൽ കൂടെ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതാണ് സംഗതി. അപ്പോൾ ഓൺ സ്റ്റോപ്പിൽ നിന്ന് ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളതിനെ കില്ല് ചെയ്യപ്പെട്ടാൽ നമ്മൾ വീണ്ടും ഓൺ ക്രിയേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി. അല്ലെങ്കിൽ ഓൺ സ്റ്റോപ്പ്, ഇപ്പോൾ നമ്മൾ ഓൺ സ്റ്റോപ്പ് എപ്പോഴും റീസെൻറ്റ് ആപ്സ് പോലെയാണ്, നമ്മൾ നിലവിൽ മുകളിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഓൺ സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, നമുക്ക് ഓൺ റീസ്റ്റാർട്ട് എന്നുള്ള സാധനം കോൾ ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അതായത് റീസെൻറ്റ് ആപ്സിൽ നിന്ന് എടുത്തു, നമ്മളിപ്പോൾ വാട്സപ്പ് റീസെൻറ്റ് ആപ്സിൽ നിന്ന് എടുക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ PDF വായിച്ചുകൊണ്ടിരിക്കണം, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ കണ്ട് വാട്സപ്പിലേക്ക് പോയി. ഇത് ഞാൻ റീസെൻറ്റ് ആപ്സിൽ നിന്ന് PDF വായിച്ചവിടെ വീണ്ടും വായിക്കുവാണ്, അല്ലാണ്ട് ഞാൻ PDFൻ്റെ ആപ്ലിക്കേഷനെ വീണ്ടും തപ്പി തുറന്നിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓൺ റീസ്റ്റാർട്ട് എന്നുള്ളത്. നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഓൺ റീസ്റ്റാർട്ടിലേക്ക് പോയി, ഓൺ സ്റ്റാർട്ടിലേക്ക് പോയി, പിന്നെ നോർമലി നമുക്ക് റെസ്യൂമിലേക്ക് വന്നു, അങ്ങനെ എന്താണെങ്കിലും അത് മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൽ നേരിട്ട് അവർ ഡിസ്ട്രോയിലേക്ക് പോകണമെന്നൊരു നിർബന്ധമില്ല, കണ്ടോ. ഇന്ന് ഡിസ്ട്രോയിലേക്ക് തന്നെ പോകണം നിർബന്ധമില്ല. ഓൺ സ്റ്റോപ്പ് ഒന്ന് ചിലപ്പോൾ അവർ കില്ല് ചെയ്തിട്ട് വീണ്ടും നഷ്ടപ്പെടാം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. ആൻഡ്രോയിഡിൽ അൺടൈംലി ടെർമിനേഷന് ഓക്കെ ആയിരിക്കണം എല്ലാ പ്രോസസ്സുകളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ലൈഫ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് 2-3 പോയിന്റുകളും കൂടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 2-3 ഉള്ളൂ, പറഞ്ഞുതരാം. 3 പറഞ്ഞാൽ അപ്പുറത്തൊരു 3 കൂടെ ഉണ്ട്. വെൻ ആൻ ആക്ടിവിറ്റി കംസ് ബാക്ക് ടു ഫോക്കസ് ഫ്രം പോസ്ഡ് സ്റ്റേറ്റ് ഓൺ റെസ്യൂം ഇസ് ഇൻവോക്ക്ഡ്. അതായത് പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഫോക്കസ്, അതായത് ഇപ്പോൾ നമുക്ക് ബ്ലേഡ് ആയിട്ടല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്, ഫുൾ ഇതായിട്ടല്ലോ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഓൺ പോസ്റ്റിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഓൺ റെസ്യൂമിലേക്കാണ് പോകുന്നത്. നമ്മൾ ആ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓൺ പോസ്റ്റിൽ നിന്ന് റെസ്യൂമിലേക്കാണ് വരുന്നത്. വെൻ വി റീ ഓപ്പൺ ആൻ എനി ആപ്പ് ആഫ്റ്റർ പ്രസ്സിങ് ഹോം കീ ആക്ടിവിറ്റി നൗ ട്രാൻസ്ഫർ ദ സ്റ്റോപ്പർ സ്റ്റേറ്റ് ടു ആക്റ്റീവ് സ്റ്റേറ്റ്. അതുകൊണ്ട് നമ്മൾ ഈ ഓൺ സ്റ്റോപ്പ് എന്ന് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് സ്റ്റേറ്റിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഓൺ സ്റ്റാർട്ട് ടു ഓൺ റെസ്യൂം അങ്ങനത്തെ കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അത് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിൻ്റെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻ കേസ് നമ്മൾ ആക്ടിവിറ്റി ഡിസ്റ്റോർട്ട് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്, നമ്മൾ ഹോം കീക്ക് പകരം നോർമൽ ബാക്ക് കീയൊക്കെ അടിച്ചിട്ട് നമ്മൾ എക്സിറ്റ് ആണോ ചോദിച്ച് എക്സിറ്റ് ആണെന്ന് കൺഫേം ചെയ്താൽ നമ്മൾ അതിന് പുറത്തേക്ക് വരാം, ഡിസ്റ്റോർട്ട് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും നേരിട്ട് ആ റണ്ണിങ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് ഒറ്റയടിക്ക് ഡിസ്റ്റോർട്ടിലേക്ക് വരില്ല. നമുക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ഒറ്റയടിക്ക് ഒരു ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇല്ല. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരിട്ടൊരു ലൈനൊന്നും നമുക്കില്ല, ഇതിലൂടെ തന്നെ കടന്ന് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് അവിടെ എന്ത് തന്നെയാണ് നമ്മൾ ഡിസ്റ്റോർ സ്റ്റേറ്റിലേക്കാണ് പോകണമെങ്കിലും തന്നെ അത് ഓൺ പോസ്റ്റിലേക്ക് പോയി ഓൺ സ്റ്റോപ്പിലേക്ക് പോയിട്ട് ഓൺ ഡിസ്റ്റോയിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, പിന്നെ വേറൊരു സാധ്യത എന്ന് പറയുന്നത് വെൻ എവർ വി ചേഞ്ച് ദ ഓറിയൻറ്റേഷൻ ഓഫ് എ സ്ക്രീൻ. അതായത് നമ്മളിപ്പോൾ പോർട്രേറ്റിൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് ആക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ആക്ച്വലി നമ്മുടെ ലൈഫ് സൈക്കിളിൽ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആയിരുന്നു അല്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പെട്ടെന്നാണ് നമ്മൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒന്ന് പോർട്രേറ്റിലേക്ക് ആക്കി. അപ്പോൾ ഇത് വീണ്ടും ഓൺ ക്രിയേറ്റ് എന്നാണ് വർക്ക് ചെയ്യുക എന്നാണ് പറയപ്പെടുക. കാരണം അപ്പോൾ ഉപയോഗിച്ച റെസൊല്യൂഷനോ അല്ലെങ്കിൽ വിഡ്ത്തോ കമ്പോണൻസിൻ്റെ വിഡ്ത്തോ വിസിബിലിറ്റിയോ അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും അല്ല നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കിട്ടുന്നത്. ലാൻഡ്സ്കേപ്പിൽ നിന്ന് തിരിച്ച് പോർട്രേറ്റിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും ഇത്തിരി കൂടെ പഴയ ഫോണിൽ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് വിസിബിൾ ആയിരുന്നു. അതായത് പോർട്രേറ്റിൽ നിന്ന് നമ്മൾ ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റുമ്പോൾ ഒരു വൈറ്റ് പേജ് പോലെയോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പേജ് പോലെയോ ആയിട്ടാണ് നമുക്കത് വിസിബിളായിട്ട് വരാം. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു സമയം കൊണ്ട് ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ഫസ്റ്റ് സ്റ്റേറ്റ് നിന്ന് ഓൺ ക്രിയേറ്റ് എന്ന് വന്ന് ഓൺ സ്റ്റാർട്ട് വന്ന് ഓൺ റെസ്യൂമിലേക്ക് വന്നിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കാരണം അതിൻ്റെ എന്താ, ദിസ് ഈസ് ബിക്കോസ് ദ കംപ്ലീറ്റ് സ്പേസിങ് ആൻഡ് അതർ വിഷ്വൽ അപ്പിയറൻസ് ഗെറ്റ് ചേഞ്ച്ഡ് ആൻഡ് അഡ്ജസ്റ്റഡ് അഗൈൻ. അതുകൊണ്ടാണ് അതിന് വീണ്ടും മാറ്റേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിൾ.